തോപ്പയിൽ എൽ.പി. സ്കൂൾ അടച്ചുപൂട്ടാനുള്ള കോഴിക്കോട് നഗരസഭയുടെ നടപടിക്കെതിരെ ബി.ജെ.പി. രംഗത്ത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ സ്കൂൾ അടച്ചുപൂട്ടി നഗരസഭയുടെ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ബി.ജെ.പി. വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തീരദേശ കുട്ടികളുടെ പ്രധാന ആശ്രയമായിരുന്ന തോപ്പയിൽ ഗവൺമെന്റ് എൽ.പി. സ്കൂൾ അടച്ചുപൂട്ടിയ കോഴിക്കോട് നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെയാണ് ബി.ജെ.പി. വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ജൂൺ മാസത്തിനു മുൻപ് സ്കൂളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയ നഗരസഭയുടെ നടപടിക്കെതിരെ തോപ്പയിൽ എൽ.പി. സ്കൂളിന് മുൻപിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ബി.ജെ.പി. നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു ഉദ്ഘാടനം ചെയ്തു. CRZ-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള നിയമം 50 മീറ്റർ മാത്രമാണ്. 50 മീറ്റർ നമ്മുടെ തോപ്പയിൽ സ്കൂളിന്റെ സംവിധാനത്തിലേക്ക് വരില്ല. തോപ്പയിൽ സ്കൂൾ സംവിധാനത്തിലുള്ള CRZ-മായി ബന്ധപ്പെട്ട് യാതൊരു തർക്കവും ഈ സംവിധാനത്തില്ല. അഥവാ CRZ-ന്റെ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കാം. ഈ CRZ-ന്റെ അനുമതി കൊടുക്കുന്നതാണ്. ഇതൊരു പൊതുസ്ഥാപനമല്ല. ഒരു സാധാരണ ഒരു വീടിന് വേണ്ടിയിട്ടുള്ള പ്ലാനോ കാര്യങ്ങളോ സംസാരിക്കുന്ന സംവിധാനമല്ലല്ലോ. ഒരു പൊതുസ്ഥാപനം, അതിന് CRZ ആയാലും എന്ത് സംവിധാനമായാലും പെട്ടെന്ന് പാസ്സാകുന്ന സംവിധാനമില്ലേ? കോഴിക്കോട് കോർപ്പറേഷനിൽ 24 മണിക്കൂർ കൊണ്ട് വേഗത്തിലെ പ്ലാൻ വരുന്ന സംവിധാനമില്ലേ? അത്തരം സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇതിന് സാങ്കേതികമായിട്ടുള്ള അനുമതി കിട്ടിയില്ല എന്ന് പറയുന്നത്? വിദ്യാഭ്യാസം അവകാശമായ നാട്ടിൽ 100ാം വാർഷികം ആഘോഷിച്ച സ്കൂളിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവർ സ്കൂളിന്റെ അധികാരികളായ നഗരസഭയാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. കൗൺസിലിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പോലും കൊണ്ടുവരാതെ പ്ലാൻ പോലും പാസ്സാവാത്ത പുതിയ കെട്ടിടത്തിന് 42 ലക്ഷം രൂപ ഫണ്ട് പാസ്സായി എന്ന പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച വാർഡ് കൗൺസിലർ CP സുലൈമാൻ രാജിവെക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അതേസമയം വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായി പഠന സൗകര്യം ചെയ്തു നൽകിയ മദ്രസ കമ്മിറ്റിയെ ബി.ജെ.പി. പ്രവർത്തകർ അഭിനന്ദിച്ചു. ഏരിയ പ്രസിഡന്റ് മധു കാമ്പുറം അധ്യക്ഷനായി. ഏരിയ ജനറൽ സെക്രട്ടറി മാലിനി സന്തോഷ്, വൈസ് പ്രസിഡന്റ് ടി.പി. സജീവ് പ്രസാദ്, ബൂത്ത് പ്രസിഡന്റ് ടി. സുധാകരൻ, കെ. അംബുജം, സൗമ്യ സനൽ, ബിൻസി ശ്രീചേഷ്, അഡ്വക്കേറ്റ് നിവേദിത ഗോപി, A.K. അനീഷ്, വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.